എക്സ്പെൻഡിച്ചർ കൂടി. അപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇനീഷ്യൽ വാല്യൂ ഇപ്പോൾ ഇൻകം കുറഞ്ഞു എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ വാല്യൂ കൂടുതലും ഫൈനൽ വാല്യൂ ചെറുതുമാണ്. സോ നമ്മുടെ ഇൻകത്തിൻ്റെ വേരിയേഷൻ എന്താവും? പോസിറ്റീവ് ആവും. ഇവിടെ പ്ലസ് എന്ന് വരും. ഇവിടെ നോക്കിക്കോളൂ, എക്സ്പെൻഡിച്ചർ ആദ്യം കുറവായിരുന്നു, പിന്നെ കൂടി, അങ്ങനെയാണ് എക്സ്പെൻഡിച്ചർ കൂടി എന്നാണ് തന്നിട്ടുള്ളത്. സോ ഇനീഷ്യൽ വാല്യൂ മൈനസ് ഫൈനൽ വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് നെഗറ്റീവാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഓർഡർ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യം ഇനീഷ്യൽ വാല്യൂ ആണോ എഴുതണേ, ആദ്യം ഫൈനൽ വാല്യൂ ആണോ എഴുതണേ? സേ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ നേരെ തിരിച്ചെഴുതുവാന്ന് വിചാരിക്കാം. കാര്യം ഇവിടെ എക്സ്പെൻഡിച്ചർ കൂടി ഇൻകം കുറഞ്ഞു എന്നാണെങ്കിലും ഞാൻ ഈ വാല്യൂസിനെ നേരെ തിരിച്ചെഴുതുവാണ്. നേരെ തിരിച്ചെഴുതുന്ന സമയത്ത് എന്ത് വരും? കൂടിയ വാല്യൂ മുകളിൽ, എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യം വരുമ്പോൾ കൂടിയ വാല്യൂ മുകളിലും കുറഞ്ഞ വാല്യൂ താഴത്തുമായിരിക്കും. നോക്കിക്കോളൂ, ഇപ്പോൾ ഈ എക്സ്പെൻഡിച്ചർ ഇനീഷ്യൽ വാല്യൂ 10 ആയിരുന്നു, ഫൈനൽ വാല്യൂ 20 ആയി. ഇൻകം സേ ഫോർ എക്സാമ്പിൾ 30 ആയിരുന്നു, അത് 15 ആയി എന്ന് വിചാരിക്കും. ഓക്കെ, ഞാൻ ആദ്യം ഇനീഷ്യൽ പിന്നെ ഫൈനൽ എഴുതണതിന് പകരം ആദ്യം ഞാൻ ഫൈനൽ പിന്നെ ഇനീഷ്യൽ ഞാൻ എഴുതുവാണ്. ആദ്യം ഞാൻ ഫൈനൽ പിന്നെ ഇനീഷ്യൽ ഞാൻ എഴുതുമ്പോൾ നോക്കിക്കോളൂ, ഇതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു രീതി എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണ് അല്ലേ. ഇവിടെ എന്താണ്? ഇത് കൂടുതലാണ്, ഇത് കുറവാണ്. സോ കൂടുതലിൽ നിന്ന് കുറവ് കുറയ്ക്കുമ്പോൾ നമുക്ക് പോസിറ്റീവ് കിട്ടും. ഇവിടെ എന്താ? ഇത് കുറവും ഇത് കൂടുതലുമാണ്. സോ കുറവിൽ നിന്ന് കൂടുതൽ കുറയ്ക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് എന്ന് കിട്ടും. സോ ഈ ഒരു പോയിന്റ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഈ ഒരു പോയിന്റ് അപ്ലൈ ചെയ്യണ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ മിക്സ്ചേഴ്സ് ആൻഡ് അലിഗേഷൻസ് എന്നുള്ള ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ട് റേഷ്യോ മെത്തേഡിൽ നമുക്ക് ആ പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യണ സമയത്ത് നമ്മൾ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി എന്ത് കിട്ടും? ഇവിടെ നമുക്ക് 3000ഉം ഇവിടെ 800. അപ്പോൾ നമുക്കിനി ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് നമുക്ക് നോക്കാം. ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി, നോക്കിക്കോളൂ. ഇവിടെ നമുക്ക് സേവിങ്സ് ആൻഡ് എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ ആണ് 13:7. ഞാൻ എക്സ്പെൻഡിച്ചർ ടു സേവിങ്സ് എന്നാണ് എഴുതിയ, ഓർഡർ മാറിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട് റേഷ്യോയിൽ ഓർഡർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 20 × 1 20 - 21 = -1. ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2400 - 3000. -3000 എന്ന് പറയുമ്പോൾ നമുക്ക് 600 എന്ന് കിട്ടും. 600 എന്ന് കിട്ടും. സോ 1 = 600 ആണ്. 1 = 600 ആണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഇനീഷ്യൽ സേവിങ്സ് ആണ്. സേവിങ്സ് 13 ആണ്. സോ 13 × 600 =